അതൊക്കെ വെച്ച് അവരുടെ കളിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഹലോ അപ്പം നമുക്ക് തന്നെ ഇവരെ ഡെയിലി കയ്യിലൊക്കെ എടുത്ത് നമ്മളുമായിട്ടൊന്ന് ഇണക്കിയെടുത്താൽ മാത്രം മതി. ഇനി വരും ദിവസങ്ങളിൽ ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ടാവും. 2500 4200 ഈ മോങ്ങിനെ വേണമെങ്കിൽ ഇതാ സെയിലിനിടാം. അത് പറഞ്ഞവൻ പോയി. ഹായ് ഗൈസ്, ദിസ് ഈസ് AD ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇൻട്രോ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി അങ്ങോട്ട് ഇംഗ്ലീഷിലും കൂടെ വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഡൽഹി, ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരിയധികം പേര് ബേഡ്സിനെയൊക്കെ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിനുള്ള പോസിബിലിറ്റീസ് നോക്കുകയാണ്. നമുക്ക് നോർമലി അവരുടെ ട്രാൻസ്പോർട്ടേഷൻ നോക്കുമ്പോൾ നമുക്ക് ഡൽഹി, ബാംഗ്ലൂർ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഫ്ലൈറ്റിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാണ്ട് നമുക്ക് ചില പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികളുണ്ട്. പക്ഷേ അതിലായാലും നമുക്ക് ഇപ്പോൾ ഇതുപോലെ മെക്കാവിനെ നമുക്ക് ഡൽഹിയിലേക്കൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് നിയർലി 5,000 to 6,000. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് കോസ്റ്റ് വരും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നോർമലി നമ്മൾ ദൂരേക്ക് വിടാണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഒത്തിരിയധികം പേര് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഡൽഹിയിലൊക്കെ നോക്കുകയാണെങ്കിൽ മെക്കാവിൻ്റെയൊക്കെ പ്രൈസ് അവിടുത്തെ പെറ്റ് ഷോപ്പുകളിൽ കമ്പാരിറ്റീവ്ലി പ്രൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയുള്ള ട്രേഡേഴ്സ് ആയാലും ബ്രീഡേഴ്സ് ആയാലും ഒത്തിരിയധികം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പോസിബിലിറ്റീസ് നോക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് എല്ലായിടത്തേക്കും ബേഡ്സിനെ വിടാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കൈയിരിക്കുന്ന ആരാണെന്ന് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും. നമ്മുടെ ഡ്രോ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ അറിയാം. നമ്മുടെ കഴിഞ്ഞ ഒരു മെക്കാവ് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഡ്രോൻ്റെ സമ്മാനമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഇനി കയറി പോകേണ്ടതാണ്. ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഇതിപ്പോൾ പോകുന്നുണ്ടാവും. നമ്മുടെ ഡ്രോ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ടായ മെക്കാവാണ്. ഫുള്ളായിട്ട് ഫെതറായിട്ടില്ല. ഏകദേശം 3 മാസം പ്രായമായി. പക്ഷേ നല്ലതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു തുടങ്ങിയ ആളാണ്. അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ് ഫീഡ് കൊടുത്താലും വാങ്ങിക്കുന്നുണ്ടാവും കേട്ടോ. ഇവരെ നോർമലി നമുക്കൊരു 1.5 വയസ്സ് വരെയൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ മെക്കാവ്സൊക്കെ ആ രീതിയിലൊരു കെയർ കൊടുത്ത് വളർത്തേണ്ട ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കാണിക്കാം. ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം. ലോറി തത്തകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾക്കാരാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇത് വന്നിട്ട് ബ്ലാക്ക് ക്യാപ്പ് ലോറി, ഇത് റെഡ് ലോറിയാണ് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരുടെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേത്ത് ഇല്ലാത്ത കളറൊന്നുമില്ല. അത്രയും ഭയങ്കര കളറേഷനുള്ള ബേർഡാണ്. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ഇപ്പം എന്താ ഈ റെഡ് ലോറി നോക്കി, നമുക്ക് ചില റെഡ് ലോറീസിൻ്റെ ഒരു കളർ നോക്കുകയാണെങ്കിൽ കുറേ കൂടെ ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരും. ഇത് വന്നിട്ട് ബ്രൈറ്റ് റെഡാണ്. നോക്കി കണ്ടോ, നല്ല കിടില റെഡ് ലോറിയാണ്. ഇത് വന്നിട്ട് ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ്. ബ്ലാക്ക് ക്യാപ്പ് ലോറിയും റെഡ് ലോറിയും കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് ക്യാപ്പ് ലോറി കുറച്ചുകൂടെ സൈസുള്ള ആൾക്കാരാണ് കേട്ടോ. അതുപോലെ തന്നെ ടോക്കിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് ക്യാപ്പ് ലോറീസിനാണ്. ഇവർക്ക് ഈ പേര് പറയാൻ കാരണം ഇവരുടെ തലയിലേക്ക് കണ്ടോ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ക്യാപ്പ് ഉണ്ടാവും. അതുപോലെ ഇവരുടെ ചിറകിൻ്റെ അടിയിലേക്കൊക്കെ യെല്ലോ കളർ ഷെയ്ഡിലായിരിക്കും തോല് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സുന്ദരന്മാരായ തത്തകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഭയങ്കര ഡിമാൻഡ്. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആവും. നമുക്ക് ഒരാൾക്കാരെയും തിരിച്ചറിയാനുള്ള വളരെ കഴിവുണ്ട്. പ്രത്യേകിച്ച് ബ്ലാക്ക് ക്യാപ്പ് ലോറീസിനാണെങ്കിൽ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഓൾറെഡി സെൽഫ് ഈറ്റിംഗ് ആയ ആൾക്കാരാണ്. ഇവരിപ്പോൾ ഫുഡെല്ലാം എടുത്തു തുടങ്ങിയ ആൾക്കാരാണ്. ഇവരെ ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡൊന്നും ചെയ്യേണ്ട കാര്യമല്ല. നോർമലി ഉള്ളതുപോലെ ലോറി ഫുഡ് കലക്കി വെച്ച് കൊടുത്താൽ മതി. അവർ തന്നെ സ്വന്തമായിട്ട് കഴിച്ചോളും. ഫ്രൂട്ട്സൊക്കെ ഇനി ഒരു ഒരാഴ്ച 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ഫ്രൂട്ട്സ് കൂടെ കഴിച്ചു തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ഇവരെ ഡെയിലി കയ്യിലൊക്കെ എടുത്ത് നമ്മളുമായിട്ടൊന്ന് ഇണക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവരുടെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. നോർമലി ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടോക്കിംഗ് ആയി തുടങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഒരാളുടെ പ്രൈസ് വരുന്നത് 26,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ബ്ലാക്ക് ക്യാപ്പ് ആയാലും റെഡ് ലോറി ആയാലും സെയിം പ്രൈസാണ് വരുന്നത്. ഒരാൾക്ക് 26,500 രൂപയാണ്. അപ്പോൾ ഈ സുന്ദരക്കുട്ടന്മാരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമുക്ക് ഇവരെ കേരളത്തിൽ എവിടേക്കായാലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അതിൻ്റെ പോസിബിലിറ്റീസ് നോക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇവരുടെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ടാണ് നമുക്ക് ഇതുവരേക്കും ദൂരേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോർമലി ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികളും അതുപോലെ തന്നെ ഫ്ലൈറ്റിലുള്ള പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജ്. നോർമലി നമുക്ക് കേരളത്തിനകത്ത് ഇതുപോലുള്ളൊരു ബേർഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് 300 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരത്തുള്ളൂ. പക്ഷേ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുതലാവും. ഫ്ലൈറ്റിലായാലും ഈ പറഞ്ഞതുപോലെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലായാലും അതുപോലെ കൂടുതൽ ദിവസം എടുത്തിട്ടായിരിക്കും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക. പക്ഷേ അവർക്ക് ഹാൻഡ് ഫീഡിംഗ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാൻഡ് ഫീഡെല്ലാം ചെയ്ത് തന്നെ അവിടെ എത്തിക്കുന്നുണ്ടാവും. പക്ഷേ കൂടുതൽ ദിവസം എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ പോസിബിലിറ്റീസും അതിൻ്റെ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കൺ കൂടെ അമർത്തിയിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ കിട്ടുന്നുണ്ടാവും. പല ആൾക്കാരും പറയാറുണ്ട് വീഡിയോ വരുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അപ്പോഴത്തേക്കും അതിൽ കാണിച്ചിരുന്ന സാധനം ഓൾറെഡി പോയിട്ടുണ്ടാവും. അങ്ങനെ സാധനം മിസ്സായി എന്നൊക്കെ പറഞ്ഞ്
ചില ആൾക്കാർ വിഷമം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിയിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ആൾക്കാരെ കാണിച്ചു തരാം. ലോറീസിൽ പല ആൾക്കാരുടെ അടുത്തൊരു പ്രിയപ്പെട്ട താരങ്ങളാണ് ഈ കാണുന്ന ഡസ്കി ലോറികൾ. ഇവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കളറേഷൻ വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അതിലേക്ക് ഗോൾഡൻ കളറിലുള്ള തൂവലുകളുണ്ടാവും. തലയിലേക്ക് നോക്കി, ഈ നെറ്റിയിലേക്ക് ഇങ്ങനെയുള്ള ഗോൾഡൻ കളർ ഷെയ്ഡ് ഉണ്ടാവും. കണ്ടോ, ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു പരുന്തിൻ്റെ കുഞ്ഞു പോലെയല്ലേ? കണ്ടോ? പക്ഷേ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ യുവമാരെ ഒന്ന് ഇണക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ക്യാപ്പ് ലോറിൻ്റെ കൂട്ടാണ്. ഏകദേശം അത്രയും സൈസും ഉണ്ടാവും. കളറേഷൻ വന്നിട്ട് വ്യത്യാസമായിരിക്കും. ഇവരുടെ ചിറകിൻ്റെ അടിയിലേക്കൊക്കെ നോക്കിയാൽ നല്ല റെഡ് കളറിലുള്ള ഫെതേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ്, പക്ഷേ ഇവർ സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ടായ ആൾക്കാരാണ് കേട്ടോ. ഈ ലോറീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ പെട്ടെന്ന് തന്നെ സെൽഫ് ഹീറ്റിംഗ് ആവുന്ന ആൾക്കാരാണ് കേട്ടോ. നമുക്ക് മറ്റ് തത്തകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ കൂടുതൽ ലിക്വിഡ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കലക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് കഴിച്ചു തുടങ്ങുന്നുണ്ടാവും. ഇതിപ്പോൾ ഫുൾ ഫെദർ ആയിട്ടില്ല, പക്ഷേ ഇവർ സെൽഫ് ഹീറ്റിംഗ് ആയ ആൾക്കാരാണ്. ഇവരെ കൊണ്ടുവന്നവർക്ക് ഇനി ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഡസ്കി ലോറീസ് നമുക്ക് സെയിലിനുള്ളതാണ്. ഇത് ഒരാളിൻ്റെ പ്രൈസ് വരുമ്പോൾ 22,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി ഒരു ഇണങ്ങിയ മോങ്കാണ് കേട്ടോ. ഒന്ന് പറന്ന് കളിക്കണ നോക്കി. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് കുറവാണ് കേട്ടോ. അപ്പോൾ യവന്മാരെ വേണമെന്നുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് വരുന്നത് ഒരാൾക്ക് 22,500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഈ എക്സോട്ടിക് ബേർഡ്സിനെയും തത്തകളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരുടെ ഒരു സ്വപ്നം തന്നെ ആയിരിക്കും ഒരു മെക്കാവിനെ സ്വന്തമാക്കുക എന്നുള്ളത്. നോക്കി, മെക്കാവിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 35 ദിവസത്തിനടുപ്പിച്ച് പ്രായമായി. തൂവലെ അവരുടെ പിൻഫെതേഴ്സൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങാനാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി വരും ദിവസങ്ങളിൽ ഈ പിൻഫെതേഴ്സിൻ്റെ പുറത്തുള്ള ഈ ഒരു ഷീത്ത് ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ടാവും. പൊട്ടിയതിന് ശേഷം ഈ തൂവലുകൾ ഇങ്ങനെ വിരിഞ്ഞ് വരും. ഇതിപ്പം വളരെ ചെറുതിലേ നിന്ന് നമ്മൾ ഹാൻഡ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളടുത്ത് വന്നിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നമ്മളൊരു 25 ദിവസം പ്രായത്തിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ ചെറുതായിരുന്നു, കുറേ കൂടെ മാംസപ്പരുവായിരുന്നു. ആ കണ്ടീഷനിലാണ് വന്നത്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തത്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ മുട്ട വിരിയുന്ന സമയത്ത് ഇവരുടെ പല ഓർഗൻസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഇവർ മുട്ടയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് ഇവരുടെ ബാക്കിയുള്ള വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് വരുന്നത്. നമ്മുടെ ഈ കോഴിക്കുഞ്ഞൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആണ്. അതായത് ചെറുതിലെ ഒന്ന് വിരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇവർ സ്വന്തമായിട്ട് കൊത്തി തുടങ്ങുന്നുണ്ടാവും. പക്ഷേ തത്തകളുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ട് വേണം. വൈൽഡിലാണെങ്കിൽ പേരൻസിൻ്റെ സപ്പോർട്ട്. ഇപ്പം നമ്മുടെ ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിൽ വരുമ്പോഴത്തേക്കും നമ്മളവരെ ഇണക്കിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് ചെറിയ പ്രായത്തിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാറ്റുന്നത്. പിന്നെ വേറൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻ്റെ അടുത്ത് വിടുമ്പോഴത്തേക്ക് ഇവർക്ക് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഈ മെക്കൗസിൻ്റെ കേസിൽ നോർമലി ഒരു ക്ലച്ചിൽ 3-4 മുട്ടകൾ വരെ ഇടാറുണ്ട്. അപ്പോൾ ചില കേസുകളിൽ പേരൻറ്റ് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ പേരൻസ് അവരുടെ പുറത്തേക്ക് ചവിട്ടുകയോ ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് മോർട്ടാലിറ്റി സംഭവിക്കുക, അതായത് ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തിരി വില കൂടുതലുള്ളത് കൊണ്ട് പല ബ്രീഡേഴ്സും ഇതിൻ്റെ മുട്ടകളെ നേരത്തെ തന്നെ എടുത്ത് മാറ്റി ഇൻക്യുബേറ്ററിൽ വെച്ചായിരിക്കും വിരിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരു 10-15 ദിവസം ആകുമ്പം തന്നെ ഉടനെ അവർ ഹാൻഡ് ഫീഡിങ്ങിലേക്ക് മാറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രായത്തിലേ അവർ നമ്മളടുത്തേക്ക് ഫീഡിങ്ങിനൊക്കെ വരുന്നത്. പിന്നെ മെയിനായിട്ട് ഈ മെക്കൗസിൻ്റെ ആവശ്യക്കാരെല്ലാവരും ഇണങ്ങിയ തത്തകളാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നമ്മളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന തത്തകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതുപോലെ ഹാൻഡ് ഫീഡ് ജിക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇണക്കിയൊക്കെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സൈസിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാവുന്നതാണ്. ഈ ചിക്ക് നമുക്കിപ്പോൾ സെയിലിനുള്ളതാണ്. ഇതുപോലത്തെ നമുക്കിപ്പോൾ 2 ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1,20,000 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഡ്രോയിൽ പോയ ആ ഒരു സൈസൊക്കെ വരുമ്പോൾ നമുക്ക് 1,40,000 രൂപ പ്രൈസ് വരും കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ ദിവസവും ഇവർക്ക് അത്രയും ഹാൻഡ് ഫീഡിങ് ഫോർമുല കയറണം, അത്രയും അധികം കെയർ കൊടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ചിലവ് നമുക്ക് വളർച്ച അനുസരിച്ചിട്ട് ഇതിൻ്റെ മേളിൽ വരുന്നുണ്ടാവും. നമുക്കിത്തിരി വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏകദേശം ഫുൾ ഫെദറായി ജസ്റ്റ് ഒന്ന് സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ആയതൊക്കെ ആണെങ്കിൽ ഒരു 1,40,000 നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞിന് 1,20,000 രൂപയാണ് പ്രൈസ് വരാം. ഒരുമാന്ന് ഹലോ ഹലോ ഈ മോങ്ക് ശരിക്കും ഇണങ്ങിയതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കസ്റ്റമർ കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മളുമായിട്ട് ഇപ്പോൾ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കൂട്ടിനെ പുറത്തിറങ്ങി ഇങ്ങനെ പറന്ന് കിടക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലെ മേത്തിരിക്കും. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് കയ്യിലൊന്നും വെച്ചാൽ ഇരിക്കുന്നില്ല. വന്നേ ഒരു മരു കയ്യിൽ വാ ബാ 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 വരുന്നില്ല. ഈ മോങ്കിനൊരു പ്രത്യേകതയുണ്ട്. ഇവർ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടൻ തത്തയുടെ ആ ഒരു നേച്ചറാണ് ഇവർ കാണിക്കുന്നത്. ശരിക്കും ഇവരെ വിളിക്കുന്നത് കോക്കർ പാരക്കീറ്റ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള തത്തകളാണ്.
ഇതിൽ നിറയെ മ്യൂട്ടേഷൻസ് ഉണ്ട്. നമുക്ക് ഗ്രീൻ കളർ മ്യൂട്ടേഷൻ ഉണ്ട്, വൈൽഡിൽ കാണുന്നത് ഗ്രീനാണ്, പിന്നെ അല്ലാണ്ട് ബ്ലൂ ഉണ്ട്, ലൂട്ടിന ഉണ്ട്, ആൽബിന ഉണ്ട്, ഇങ്ങനെ ഒത്തിരിയധികം മ്യൂട്ടേഷൻസ് വരാറുണ്ട്. ഇത് വന്നിട്ട് ഒരു ബ്ലൂ കളർ മ്യൂട്ടേഷനാണ്. ഒരു ഉമ്മ ഉമ്മ കയറുന്നുണ്ടോ? ഒരു ഉമ്മയും കൂടെ ഒന്ന് ഹലോ ഉമ്മ. ഇങ്ങനെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഈ മോങ്കിന് നിറയധികം ആവശ്യക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവരെ കൊടുക്കാനുള്ളതാണ്. അവരെ ഞാൻ വരും വീഡിയോസിൽ കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഡ്രോയിൽ സമാനമായിട്ട് വയ്ക്കും, അതല്ലേ ഒരു ബെറ്റർ. 2500, 4200 അങ്ങനെ 2 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കൊണിയൂർ തത്തകളാണ് എൻ്റെ കയ്യിലുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൺ കൊണിയൂറിൻ്റെ ചിക്കാണ് കേട്ടോ. ഇത് ഇത്തിരി ഏജ് കുറവാണ്, അതായത് ഇപ്പോൾ ഒരു 28 ദിവസം ആ ഒരു പ്രായത്തിലായിട്ടുള്ളൂ. ഫെദറൊക്കെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ പുറത്തേക്ക് നല്ല രീതിയിലുള്ള യെല്ലോ കളർ ഫെദേഴ്സാണ് വരുന്നത് കേട്ടോ. ഈ ചിറയിലേക്ക് നോക്കുമ്പോൾ നല്ല യെല്ലോ കളർ ഫെദേഴ്സ് ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ബ്ലൂ ഗ്രീൻ കൊണിയൂറിൻ്റെ ചിക്കാണ്. ഇതെന്താ ഏകദേശം ഫെദറൊക്കെ ഇല്ല, ഇങ്ങനെ കവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിനുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിപ്പോൾ നോർമലി നമ്മുടെ സണ്ണിൻ്റെ കുറച്ചുകൂടെ ഫെദറൊക്കെ ആയ ചിക്കൊക്കെ ആണെങ്കിൽ 4500 രൂപ റേറ്റ് വരും. നമുക്ക് ഈ കുഞ്ഞിന് ഈ സൈസുള്ള കുഞ്ഞാണെങ്കിൽ 4200 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഈ കുഞ്ഞിന് 2500 രൂപയും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഈ തത്തകളെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ 1-2 വേർഡ്സൊക്കെ പറയുന്നുണ്ടാവുള്ളൂ കേട്ടോ. സണ്ണ് ഭയങ്കര ചിലപ്പാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും അധികം നിങ്ങൾ ബേളം കേൾക്കുന്നത് ഈ സൺകൊണിയൂറിൻ്റെ ശബ്ദമായിരിക്കും. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് നേരവും ഭയങ്കര ഒച്ചയാണ്, അതുപോലെ ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സാണ്. നിങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഇണങ്ങിയ ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മളെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് തിരിച്ചറിയാം, അപ്പം തന്നെ കിടന്ന് ബേളം തുടങ്ങും, പിന്നെ ഒന്ന് തുറന്നു വിട്ടാലേ അവന്മാർ മിണ്ടായിരിക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ രീതിയിലുള്ള അറ്റൻഷൻ സീക്കേഴ്സാണ് ഇവരായാലും. ഏത് തത്തകളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഇവർക്കെല്ലാം നമ്മളൊന്ന് ഇണക്കി വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. യവന്മാരും അത് തന്നെയാണ്. ലോറി തത്തകൾക്ക് ഇത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഈ ലോറി തത്തകളെന്ന് ഒരുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എവനെയും കൂടെ അങ്ങ് സെയിലിടാം അല്ലേ? വാടാ, മൈക്കിൽ കടിക്കല്ലേ, ഇങ്ങ് വന്നേ, ബാ. ഈ മോങ്ങിനെ വേണം ഇതാ സെയിലിനിടാം. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും അത് പറഞ്ഞവൻ പോയി. ആ മോങ്ങിൻ്റെ പ്രൈസ് വരുമ്പം 13,000 രൂപയാണ് കേട്ടോ. വേണമെന്നുള്ളവർ വിളിച്ചോ, ആ ബ്ലൂ മോങ് സെയിലിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് പ്രൈസ് വരുമ്പോൾ 4200-ഉം 2500 രൂപയാണ്. ആ മോങ്ങിന് വേണമെന്നുള്ളവരും വിളിച്ചോ. അതിൻ്റെ പ്രൈസ് വരുമ്പോൾ 13,000 രൂപയാണ്. നല്ല പ്ലേഫുള്ളായിട്ട് തത്തകളെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനാണ് ഈ കേക്ക് പാരക്കീറ്റ്സ് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. നിങ്ങൾ ഏത് ടോയ്സ് കൊടുത്താലും അതെല്ലാം വെച്ച് കളിക്കുന്നുണ്ടാവും. ഇവന്മാർ ഭയങ്കര കുസൃതികളാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് അവരുടെ കളിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കേക്ക് പാരക്കീറ്റ്സിൻ്റെ ടൈംഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരിപ്പോൾ. 2 പേരും വന്നിട്ട് ഏകദേശം ഒരു 4 മാസത്തിന് മേളിൽ പ്രായമായി. ഹാൻഡ് ഫീഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫുള്ളി സെൽഫ് ഫീഡിങ് ആയ ആൾക്കാരാണ്. നോക്കി, നല്ല കിഡിലായിട്ടുള്ള കേക്ക് പാരക്കീറ്റ്സ്. ഇപ്പോൾ ഇവരുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് റേറ്റ് ഏകദേശം 40,000 രൂപയ്ക്ക് മേളിൽ പ്രൈസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് നമുക്ക് 2 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു പെയർ എടുക്കണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് പുറത്തായിരുന്നു. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമ്പാരിറ്റീവ്ലി ബ്രീഡിങ് നമുക്കിവിടെ കുറവായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഇത്തിരി ചിക്സൊക്കെ അവൈലബിൾ ആയിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതിൽ തന്നെ വൈറ്റ് ഹെഡഡ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ പ്രൈസ് വരുമ്പോൾ വളരെ കൂടുതലായിരിക്കും. ഇത് വന്നിട്ട് ബ്ലാക്ക് ഹെഡഡ് കേക്കാണ്. ഇതിപ്പം നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇണങ്ങിയ നല്ല കിടിലൻ ചിക്സാണ്. ഇവരുടെ പ്രൈസ് വരുമ്പോൾ ഒരാൾക്ക് 32,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു മരു നല്ല ടൈംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവന്മാരെ അടിവശത്തേക്കുള്ള കളർ ശരിക്കും നല്ല വൈറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ അവർ ഈ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ള് മേത്താക്കിയിട്ടാണ് ഈ ഒരു കളറേഷൻ ഇങ്ങനെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സുന്ദരന്മാരെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. നമ്മുടെ സ്ഥലം തിരുവനന്തപുരമാണ്. നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും ഇവന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്ത് തരാൻ സാധിക്കും. ഇതേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്ലറ്റസിൻ്റെ ഒരു ചിക്കാണ് കേട്ടോ. ഏകദേശം ഫുൾ ഫെദറായി, സെൽഫ് ഫീഡിങ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ടുള്ള ആ കണ്ടീഷനിലുള്ള ഒരു ബേർഡാണ്. ഇവരുടെ ഒരു കളറേഷൻ നോക്കി, അതുകൊണ്ട് അടിവശത്തേക്ക് കണ്ടോ, ചിറയിൻ്റെ അടിയിലേക്ക് ഫുൾ റെഡാണ്. അതുപോലെ തന്നെ അവൻ്റെ വാലിൻ്റെ അടിയിലേക്ക് കളർ നോക്കി. നോർമലി വാലിൻ്റെ അടിയിലേക്ക് ഫുള്ളായിട്ടൊരു ബ്ലൂ കളർ ഷെയ്ഡായിരിക്കും. ഇതിന് കുറേ കൂടെ ഒരു വൈറ്റ് കളർ നമ്മുടെ ഒരു ഓസ്മറി എക്ലറ്റസിനൊക്കെ വരുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എവിടെയെങ്കിലും ഓസ്മറിയുടെയൊക്കെ ലൈനിലൊക്കെ വരുന്നുണ്ടാവും ഇവിടെ. കാരണം ഇത് ആരുടെയും കയ്യിൽ ഇപ്പോൾ പ്യുവർ ബ്രീഡ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. കിട്ടുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൊക്കെ ഇടും. കാരണം ഇവരെല്ലാം സെയിം ഇനങ്ങളാണ്. അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുമ്പോഴാണ് നോക്കി പേര് വ്യത്യാസം വരുന്നത്. കാരണം ഈ ഓസ്മറി എക്ലറ്റസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പേരിന് ഏകദേശം പ്യുവർ ക്വാളിറ്റി ആണെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ വാലിൻ്റെ അറ്റത്തേക്ക് ഒരു മഞ്ഞ കളർ ഷെയ്ഡായിരിക്കും. അത് കൂടുതൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് അവരുടെ ഫീമെയിലിനെ കാണുമ്പോഴാണ്.
ഫീമെയിലിന് നമുക്ക് നല്ല റെഡ് കളറേഷൻ വന്നിട്ട് അതിൻ്റെ അടിവശത്തെ ഈ വാലിൻ്റെ ഏകദേശം ഒരു ഇഞ്ചോളം വലിപ്പത്തിൽ നല്ല മഞ്ഞ കളർ ഷെയ്ഡായിരിക്കും. അത് ഈ പുറം ഭാഗത്ത് ഇവിടെയും കാണാൻ പറ്റും, ഇവിടെ അടിവശത്തും കാണാൻ പറ്റും. അടിവശം ഫുള്ള് യെല്ലോ ആയിരിക്കും, പുറം ഭാഗത്ത് ഇത്രയും ദൂരത്തേക്ക് ഫുള്ള് യെല്ലോ കളറായിരിക്കും. അതാണ് ഈ ഓസ്മറി എക്ലറ്റസിൻ്റെ പ്രത്യേകത. നമുക്ക് ഇത് വന്നിട്ട് ശരിക്കും ഇതിൻ്റെ പാരൻസ് ഗ്രാൻഡ് എക്ലറ്റസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ വന്ന കുഞ്ഞുങ്ങളാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് ടൈംഡ് ആയിട്ടുള്ള ആളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40,000 രൂപയാണ്. അപ്പോൾ എവനെ വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഒത്തിരിയധികം പെറ്റ്സിനെ നമ്മളെ വീഡിയോസിലൂടെ കാണിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിൽ ജംഗ്ഷൻ ക്ലബ്ബ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കിട്ടും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ KL01 പെറ്റ് ബസാർ അല്ലെങ്കിൽ ജംഗ്ഷൻ ക്ലബ്ബ് എന്ന് തന്നെ സെർച്ച് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ദേവ്ക വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതിലൂടെയും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.